ഇത്തവണത്തെ അധികാരത്തിൽ ആരായിരിക്കും വരുന്നത്? LDF ആണോ, UDF ആണോ, അത് BJP ആണോ? ഒന്നും പറയാനൊക്കത്തില്ല ചേട്ടാ. ഒന്നും പറയാനൊക്കത്തില്ല. എല്ലാവരും ഒരുപോലെയാണ്. എന്നാലും കൂടുതലും വിജയ സാധ്യത ആർക്കായിരിക്കും? വിജയസാധ്യത മിക്കവാറും എന്റെ കോൺഗ്രസിനാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനാണ്. ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടോ ഇപ്പൊ പത്തനംതിട്ട? ഇപ്പൊ കോളേജിൽ തന്നെ നമ്മുടെ കോളേജിൽ ഭയങ്കര പരിപാടിയാണ്. നല്ല ആൾക്കാരുമായിരുന്നു. ഇത്തവണ UDF ഭരണം ഉറപ്പാണെന്നുള്ള പ്രതീക്ഷ 100% ഉണ്ട്. ഇത്തവണ അധികാരം കോൺഗ്രസിന് കിട്ടുമെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. അങ്ങനെയുണ്ട്. നമ്മുടെ ഇത്തവണത്തെ അധികാരത്തിൽ ആരായിരിക്കും വരുന്നത്? LDF വരുമോ, അതോ UDF വരുമോ, BJP വരുമോ? ഏത് പാർട്ടി ആയിരിക്കും വരുന്നത്? LDF വരും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? LDF വരും എന്ന് പറയാൻ കാരണം? 2 പ്രാവശ്യം അവർ തന്നെ ഭരിച്ച്, മൂന്നാമത് അവർ തന്നെ ഭരിക്കും. അത് ഇനി ഒരു മൂന്നാം ഭരണം കൂടി വേണമെന്നാണ് ആഗ്രഹം. ഇനി ഒരു മൂന്നാം ഭരണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നാടിന് നമുക്ക് പത്തനംതിട്ട ജില്ലയ്ക്ക്, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയ്ക്ക് എന്തൊക്കെ വികസനങ്ങൾ ഇനി ചെയ്യാൻ പറ്റും? വീണ ജോർജ് മന്ത്രി എന്നതല്ലേ? വീണ ജോർജ് മന്ത്രിയായി കഴിഞ്ഞാൽ വീണ്ടും വികസനം ഉണ്ടാവും. ഇപ്പോഴത്തെ ഇരട്ടി ഉണ്ടാവും. അപ്പൊ ഇത്തവണ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് LDF തന്നെയാണോ? LDF തന്നെ വരണം. ചേട്ടാ, ഇത്തവണ ആരായിരിക്കും അധികാരത്തിൽ വരുന്നത്? നമ്മുടെ LDF വരുമോ, UDF വരുമോ, അതോ BJP വരുമോ? ആരായിരിക്കും വരുന്നത്? ചേട്ടന്റെ അഭിപ്രായം എങ്ങനെയാണ്? എന്റെ അഭിപ്രായത്തിൽ LDF വരണം. LDF. എന്താണ് ചേട്ടന് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്? ചേട്ടൻ ഒത്തിരി വികസനങ്ങളൊക്കെ നടന്നു. പ്രത്യേകിച്ച് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എന്തൊക്കെ വികസനങ്ങൾ? കോഴഞ്ചേരി പാലമായി, കോഴഞ്ചേരി ഹോസ്പിറ്റലായി, വേറെ അങ്ങനെ ഒരുപാട് വികസനങ്ങൾ. ഇനി മുന്നോട്ട് വികസനം വരണമെങ്കിൽ ഇനി LDF സർക്കാർ തന്നെ വരണം. അതാണ് ചേട്ടന്റെ അഭിപ്രായം.